ഹലോ എവ്രി വൺ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പെരുന്നാൾ വ്ളോഗൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് കുറേ ടൈം വേറൊന്നുമില്ല, വയ്യായിരുന്നു. ഇപ്പോഴൊക്കെ ഒന്ന് റെഡി ആയത്. പിന്നെ പെരുന്നാൾ ദിവസത്തിൽ അങ്ങനെ പറയത്തക്ക വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് എല്ലാരെയും വിളിച്ച് ഈദ് മുബാറക്ക് പറയും. പെരുന്നാൾ ദിവസം രാവിലെ എഴുന്നേറ്റ ഉമ്മാന്റെ ഒരു ഗ്ലാസ് പായസം അത് എനിക്ക് നിർബന്ധം. അടുക്കളയ്ക്ക് പോയി നോക്കുമ്പോ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി. പിന്നെ അജുവിന്റെ ഒക്കെ പള്ളിയിൽ പോക്ക്, ഇറച്ചി കൊണ്ടുവരല്, ഇപ്പാന്റെ വരവ്, കുറെ കുടുംബക്കാരെ വരവ്, അങ്ങനെ എല്ലാത്തിന്റെ ഇടയിൽ കൂടെ നടന്നിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനെ ബഹളങ്ങളൊക്കെ ഒതുങ്ങി വൈകുന്നേരം ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഉമ്മാന്റെ തറവാട്ടിലോട്ട് വിട്ടു. എല്ലാ തവണയും പെരുന്നാളിന്റെ രാത്രി ആഘോഷം അവിടെയാണ്. ഒരു കാര്യം വിട്ടുപോയി, പറഞ്ഞ പോലെ ഒരു വിശേഷം ഇല്ലാത്ത ദിവസം ആയിരുന്നില്ല പെരുന്നാള്. ഒരു വിശേഷം ഉണ്ടായിരുന്നു. എന്താന്നല്ലേ, ഇമ്മമാക്ക് എല്ലാരും കൂടി സർപ്രൈസ് ആയിട്ട് ഒരു ഫോൺ അങ്ങ് മേടിച്ചു കൊടുത്തു. ഈ കാണുന്ന ഇമ്മമ്മ ഒരു ഫോൺ പോലും ഉപയോഗിക്കാതെയാണ് ഇത്രയും കാലം ജീവിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? എന്നാ വിശ്വസിക്കണം, ഇമ്മമാക്ക് ഇതുവരെ ഒരു ഫോൺ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് ഇമ്മമ്മ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും കൂടി തോന്നി എവിടെയെങ്കിലും പോയാ വിളിക്കാനും. പിന്നെ ഞങ്ങളുടെ മാമൻ ഗൾഫിലാണ്, അതായത് ഉമ്മമാന്റെ ഏറ്റവും ചെറിയ മോന്. മാമന് വീഡിയോ കോൾ ഒക്കെ ചെയ്യാൻ തോന്നിയാ വിളിക്കാൻ ഒരു ഫോൺ വേണ്ടേ. അതുകൊണ്ട് മാമൻ ദുബായിന്ന് വിളിച്ചു പറഞ്ഞിട്ട് എല്ലാരും കൂടിയിട്ട് ഒരു ഫോൺ അങ്ങ് മേടിച്ചു. കുറക്കാനൊന്നും നിന്നില്ല, ഒരു സ്മാർട്ട് ഫോൺ തന്നെയാക്കി. ആ സന്തോഷം ഒന്ന് കാണാനായിട്ട് മാമൻ നേരത്തെ തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ ഉമ്മമാനോട് പറഞ്ഞതായിരുന്നു ഒരു ഫോണൊക്കെ മേടിക്കണം എന്നുള്ളത്. പിന്നെ വിളിച്ചിട്ട് വെറുതെ ഒന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഉഷാറില്ലെങ്കിൽ വാങ്ങണില്ല. എന്നിട്ട് അറിയാതെ കൊണ്ടുപോയി കൊടുത്തപ്പോ മുഖത്തുള്ള ചിരിയൊക്കെ ഒന്ന് നോക്കിയാ 32 പല്ലും വെട്ടിത്തിളങ്ങണില്ലേ. അതാണ് മക്കളായാലും ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ തന്നെ പറ്റും പോലെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട് വാങ്ങിക്കൊടുക്കും. കൊടുക്കണോണ്ട് ഓൾക്ക് ഉപകാരം ഉണ്ടോ നമുക്ക് ഉപകാരം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ 32 പല്ലും കാട്ടി ബൾബ് കത്തണ പോലത്തെ ചിരി ഉണ്ടല്ലോ, അത് കാണുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണണമെങ്കിൽ ഇതൊക്കെ ചെയ്യണേ. അങ്ങനെ ഇതായിരുന്നു ഇപ്രാവശ്യത്തെ പെരുന്നാളിന്റെ മെയിൻ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോൺ കിട്ടിയ ആവേശത്തിൽ പിന്നെ കുറെ നേരം എല്ലാരും ഫോണിന്റെ പിന്നാലെ ഇരുന്നു. അത് ഓൺ ആക്കണു, മാമന് കാണിച്ചു കൊടുക്കണു, മാമനോട് എന്നിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ വാതോരാതിരുന്ന് പറയുന്നു. ശരിക്കും പെരുന്നാളാവുമ്പളാ മാമനെ നല്ലോണം മിസ് ചെയ്യല്. മമ്മ പേരക്കുട്ടികളെല്ലാരും കൂടി എടുക്കുകയാണ് ഫോട്ടോ. വ്ളോഗിലാ ഇന്നെ കാണില്ല. ഗൈസ്, ഇതിന്റെ വേറൊരു തൊലിഞ്ഞ മാമൻ. അധികം കയ്യാറ്റിയ കാണൂലല്ലേ. ഇനി മക്കളും വല്ലിപ്പി ഇമ്മമ്മി എല്ലാരും പാടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കയില്ലേ. പെരുന്നാളാവുമ്പോ ഇങ്ങനെയൊക്കെയാ, കുറെ ആൾക്കാർ വരും, കുറെ ആൾക്കാരെ കാണും, ബാക്കി കാണാത്ത നമ്മളെ പ്രവാസി കാക്കാരൊക്കെ ഇതുപോലെ വീഡിയോ കോൾ ചെയ്തു. എന്തായാലേ വീഡിയോ കോൾ ചെയ്യണ്ടായിരിക്കും. ഇത് കാണുമ്പോൾ ഓൾക്ക് ഒന്നുകൂടി സങ്കടാവില്ലേ ചെയ്യുക, ഓൾക്ക് കൂടാൻ പറ്റാത്തതിന്റെ. പിന്നെ എന്തായാലും ഫോൺ കൊണ്ടെന്നല്ലേ ഞങ്ങൾ എല്ലാരും കൂടി ചറ പറ ഫോട്ടോസ് എടുക്കലായിരുന്നു. ഇമ്മമാക്ക് ഇനി പേരക്കുട്ടികളെ കാണില്ല എന്നുള്ള സങ്കടം വേണ്ട, കുറച്ച് തോനെ ഫോട്ടോ എടുത്ത് വെച്ച് കൊടുത്താൽ അതിങ്ങനെ ഇടക്കിടക്ക് എടുത്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്ലിയർ ഒക്കെ ഉള്ള ക്യാമറ ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ ഞങ്ങളെടുത്ത ഓരോ സെൽഫികള്. അതിൽ ആക്ച്വലി ഇതിന്റെ ചുരിദാറിന്റെ കളർ എനിക്ക് നല്ലോണം ഇഷ്ടമായിക്കുന്നു. ബൈ ദ വേ, ഞാൻ പെരുന്നാക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോട്ടൺ കുർത്തിയാണ്. ഒന്നാമത് തീരെ വയ്യായിരുന്നു, പിന്നെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല പെരുന്നാൾ. എന്താ ചെയ്യാ, പണ്ടത്തെ ഒരു വൈബ് ഒന്നും കിട്ടണില്ല. ഇങ്ങക്ക് തോന്നിയിരിക്കണോ പഴയ പോലെ പെരുന്നാൾ ഇപ്പൊ ഒരു രസമല്ലാന്നൊക്കെ? കുറ്റായിട്ട് പറഞ്ഞതല്ല ഞാന്. പിന്നെ പനി കാരണം എനിക്ക് മൈലാഞ്ചി ഇടാൻ പറ്റിയില്ല. അപ്പൊ കുഞ്ഞിങ്ങനെ മൈലാഞ്ചി ഇട്ട് വന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം. എന്റെ കയ്യിൽ ഇടാൻ പറ്റാത്തത് പറ്റിയെങ്കിൽ ഞാൻ 4 കയ്യിൽ ഇഷ്ടം പോലെ വാരി വലിച്ചിട്ടേ. പിന്നെ ഇത് കുഞ്ഞുണ്ടാക്കിയ കമ്മലാണ്. ഞങ്ങളുടെ പേജിൽ പുതിയ ജ്വല്ലറി മേക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുള്ളവരൊന്ന് ചെക്ക് ചെയ്താൽ മതി. എന്റെ കുടുംബക്കാരൊക്കെ കാണിക്കുമോ എന്ന് കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. എന്റെ കുടുംബക്കാരെ കാണിച്ചാലുള്ള കുഴപ്പതാണ്, ആരും വാ തുറക്കൂലേ. എന്താ അറിയില്ല, എല്ലാവർക്കും വ്ളോഗ് എടുക്കാൻ മടിയാ. അടുത്ത പരദോഷണ കമ്മിറ്റി ഗൈസ്, ഇത് ഞങ്ങളെ ഫോട്ടോ മാനിയ കസിൻ. ഇവക്ക് 24 മണിക്കൂറും ഫോട്ടോ ഫോട്ടോ ഫോട്ടോ, എന്ത് പറഞ്ഞാലും ഫോട്ടോ ഫോട്ടോ. ഗൈസ്, ഇവക്ക് 8A+ കിട്ടിയിട്ട് ഒരു മുട്ടായിന്റെ കഷ്ണം പോലും തന്നിട്ടില്ല. നോക്ക് ആ മോന്ത കോണട്ടോ ആൾക്കാര്. എവിടെ മുട്ടായി പറയും, എവിടെ ചെലവ്? എന്റെ വ്ളോഗ് എടുപ്പ് കാരണം മര്യാദക്ക് റോട്ടിൽ കൂടി പെരയെ കൂടി നടക്കാൻ പറ്റണില്ല ആർക്കും എന്നുള്ളതാണ് ഇപ്പത്തെ പരാതി. എപ്പോഴാ ക്യാമറയും പൊക്കി വരികയെന്ന് പറയാൻ പറ്റൂലല്ലോ. പിന്നെ മാമനായിട്ട് കുറെ നേരം കത്തി അടിച്ചിരുന്നു. മാമൻ ഇത്ര സീരിയസ് ആയിട്ട് ഞങ്ങളോട് പറയണത് എന്താ വെച്ചാൽ ഇമ്മമാക്ക് ഫോണിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാനാണ്. അത് ശരിയാണ്, ഇനിയിപ്പോ ABCD പഠിപ്പിക്കും പോലെ ഒന്നേന്ന് തൊട്ട് പഠിപ്പിച്ചെടുക്കണം. പിന്നെ ഞങ്ങളോട് പറഞ്ഞത് ഏതോ ഒരു സിനിമയിൽ ഫേസ്ബുക്കിൽ ലൈവ് ഓൺ ആക്കിയിട്ട് വീട്ടിൽ കച്ചറ ഉണ്ടാക്കുന്ന സീൻ ഉണ്ടല്ലോ, അതുപോലെ ഇനി ഇമ്മമാരോടും പപ്പാരോടും ഫേസ്ബുക്കിൽ ലൈവ് ഓൺ ആക്കിയിട്ട് കച്ചറ ഉണ്ടാക്കണ്ട പറഞ്ഞാളി എന്നാണ് പറഞ്ഞത്. അത്തരം പരിപാടികളൊക്കെ
കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഉള്ളിലുള്ള ഫോട്ടോമാനെയാണ് പുറത്തേക്ക്. പെരുന്നാളൊക്കെ അല്ലേ, ഡ്രസ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഒരു ലോഡ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലാണ് പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ആരും വലിയ തടി വെക്കും. അതുകൊണ്ട് തന്നെ ഇമ്മാരതും കസിൻസുകളതും കുഞ്ഞാമാരതും എല്ലാവരും ഡ്രസ്സും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചു. എന്നിട്ട് അത് വെച്ചിട്ട് ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടെടുക്കും. ഇപ്പൊ ഇവള് ഇട്ടിക്കണ ചുരിദാറുണ്ടല്ലോ, അത് വളതല്ല. ഞങ്ങളെ കുടുംബത്തിലെ ശരിക്കും ഫോട്ടോ മാനേജ് ഈ കണ്ണ കുഞ്ഞിയാണ്. ഓക്കാണെങ്കിൽ എത്ര ഫോട്ടോസും വീഡിയോസും എടുത്താലും മതിയാവൂല. ഈ ബാക്കിൽ ഇരിക്കണ കുറച്ചെണ്ണങ്ങൾ ഉണ്ടല്ലോ, ഓൾക്ക് ഈ ഫോട്ടോ ലോഡ് എടുക്കണം എന്നൊന്നുമില്ല, പക്ഷെ എടുത്ത 4 ഫോട്ടോന്ന് ഏത് സ്റ്റോർ ഇടണം എന്നുള്ളത് ആലോചിച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ വേണം. അതിലേത് പാട്ടിടണം എന്ന് ആലോചിക്കണമെങ്കിൽ അതിനും വേണം വീണ്ടും 2-2.5 മണിക്കൂർ. അങ്ങനെ കുറച്ച് സൈക്കോ സ്വഭാവങ്ങളുള്ള കുറച്ച് എണ്ണങ്ങളാണ് ഈ കൂടെ നിൽക്കുന്നത്. ഞാനിതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നല്ലേ? ഞാൻ എല്ലാത്തിലും പെടും. നമുക്ക് വ്ളോഗ് അല്ലടേ മെയിൻ. കണ്ടില്ലേ, ഞാനില്ലാത്ത സമയത്ത് എന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോ കണ്ടതാണ് ഇതൊക്കെ. ഈ ചുരിദാർ ഇതിനു മുമ്പ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് അന്നേ ദിവസത്തെ തറവാട്ടിലെ മെയിൻ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ പായസവും ചോറും ബിരിയാണി ഒക്കെ തിന്നലും സൊറപറച്ചിലും ഒക്കെ ആയിരുന്നു. കഥ പറച്ചിലും സൊള്ളലൊക്കെ കഴിഞ്ഞ് ഏകദേശം 2 മണിയായിട്ടാണ് ഞങ്ങൾ കിടക്കാൻ പോകുന്നത്. ഞാൻ തറവാട്ടിൽ വരുമ്പോൾ എന്റെ ഫേവറേറ്റ് തിങ് ഇതാണ്. നിലത്ത് ഒറ്റ പാ വിരിച്ചിട്ട് എല്ലാരും കൂടി പടേനെ അതിൽ കയറി കെട്ടിപ്പിടിച്ചിട്ടും കഥ പറഞ്ഞിട്ടും ഒറ്റ പുതപ്പിന്റെ ഉള്ളിൽ എല്ലാരും കൂടി കിടക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫീലാണ്. അങ്ങനെ കുറെ സൊറയും കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് 2-2.5 മണിയായപ്പോക്കിനും ഉറങ്ങി. പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആയിരുന്നല്ലോ, ഉപ്പാക്ക് ജുമാക്ക് കൂടണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലോട്ടേക്ക് വിട്ടു. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോ മഴ, ചിലപ്പോ വെയില്, ചിലപ്പോ രണ്ടും കൂടിയായിരിക്കും. ഇനിയിപ്പോ ഇത് രണ്ടും അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്ത വിധത്തിൽ നിറയെ കോട. എന്റെ ഫീവർ ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് കുറച്ചുപേര് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലടാ, ഭേദമായിട്ട് വരുന്നുണ്ട്. ഇത് മെയിൻലി ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇഷ്യൂസ് ആണ്. വെയിലൊക്കെ മാറിയിട്ട് മഴക്കാലൊക്കെ വരുമല്ലേ. അപ്പൊ എന്റെ പെരുന്നാൾ വിശേഷങ്ങള് ഇതൊക്കെയാണ്. വലിയ കുഴപ്പമില്ലാന്ന് പറയാം. നിങ്ങളെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രസ് എടുത്തോ? വിരുന്നിന് പോയോ? വീട്ടിൽ ആരൊക്കെ വിരുന്നുകാര് വന്നു? ഉലഹിയത്തിന്റെ ഇറച്ചി കിട്ടിയോ? എന്തൊക്കെ സ്പെഷ്യലുകൾ ഉണ്ടാക്കി? എല്ലാ വിശേഷങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവെക്കാനായിട്ട് മറക്കണ്ട. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.